കേസിൽ നിന്നും യു പ്രതിഭ MLA മകനെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ച എക്സൈസ് 3 മുതൽ 9 വരെയുള്ള പ്രതികൾക്കെതിരെ തെളിവില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. MLA മകൻ ഉൾപ്പെടെ 9 പേരാണ് കേസിൽ ഉൾപ്പെട്ടത്. 2 പേരെ മാത്രം പ്രതികളാക്കിയാണ് കുറ്റപത്രം. കഴിഞ്ഞ ഡിസംബർ 28-നാണ് ആലപ്പുഴ തകഴിയിൽ നിന്ന് യു പ്രതിഭ MLA മകൻ ഉൾപ്പെടെ 9 പേരെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടുന്നത്. 1-ാം പ്രതിയുടെ കയ്യിൽ നിന്നും 3 ഗ്രാം കഞ്ചാവും 2-ാം പ്രതിയിൽ നിന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഉപകരണവും കണ്ടെത്തി. മറ്റുള്ളവർ കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയത്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായതിനാൽ പ്രതികളെ കുട്ടനാട് എക്സൈസ് CI ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജാമ്യത്തിൽ വിട്ടു. എന്നാൽ മകനെതിരെ കേസെടുത്തത് വ്യാജമെന്നായിരുന്നു യു പ്രതിഭ MLA പ്രതികരണം. സംഭവത്തിൽ എക്സൈസിനെതിരെ നിയമസഭയിലും CPIM ജില്ലാ സമ്മേളനത്തിലും യു പ്രതിഭ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. ഇതേ തുടർന്ന് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ S. അശോക് കുമാർ നടത്തിയ അന്വേഷണത്തിൽ കേസെടുത്ത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തി. പ്രതികളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഇവർ കഞ്ചാവ് വലിക്കുന്നത് നേരിട്ട് കണ്ട സാക്ഷികളില്ല. അതിനാൽ 3 മുതൽ 9 വരെയുള്ള പ്രതികൾക്കെതിരെ കേസ് നിലനിൽക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. എക്സൈസ് നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡാണ് അമ്പലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാദത്തിന് പിന്നാലെ കുട്ടനാട് എക്സൈസ് റേഞ്ചിൽ നിന്നും അന്വേഷണം എക്സൈസ് നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡിലേക്ക് മാറ്റിയിരുന്നു. ന്യൂസ് മലയാളം, ആലപ്പുഴ.